السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾക്കറിയാം, ലോകത്ത് നിലനിൽക്കുന്ന പല മതസമൂഹങ്ങളിലും വ്രതാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മറ്റു ജനസമൂഹങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ വ്രതാനുഷ്ഠാന ശൈലിയാണ് പരിശുദ്ധമായ ഇസ്ലാമിലേത്. ഇസ്ലാമിൽ വിവിധ തരത്തിലുള്ളതായ നോമ്പുകൾ നമ്മൾക്ക് കാണുവാൻ കഴിയും. ഒന്നാമത്തേത് റമദാനിലെ വ്രതമാണ്. മറ്റൊന്ന് പ്രായശ്ചിത്തമായ നിലയിൽ നിർവഹിക്കപ്പെടുന്ന വ്രതമാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കുന്ന ചില പ്രത്യേകമായ കാര്യങ്ങളിൽ അതിനുള്ള പ്രായശ്ചിത്തമായ നിലയിൽ നോൽക്കേണ്ടി വരുന്നതായ വ്രതം. മറ്റൊന്നാകട്ടെ നാം നേർച്ചയാക്കുന്ന നോമ്പാണ്. ഇതിൽ റമദാനിലെ നോമ്പ് എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും മേൽ നിർബന്ധമാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിർബന്ധമായ ബാധ്യതകളിൽപ്പെട്ടതായ കർമ്മം. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം തബറാനി നിവേദനം ചെയ്യുന്നതായ ഒരു ഹദീസിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും: ബുനിയൽ ഇസ്ലാമോ അലാ ഷഹാദത്തിൻ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ ഇഖാമി സ്വലാത്ത് വ ഈതാഇ സക്കാ വ ഹജ്ജിൽ ബൈത്ത് വ സൗമി റമളാൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാമാകുന്ന മഹത്വപൂർണമായ മാർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിയിട്ടുള്ളത് 5 ഘടകങ്ങളിന്മേലാണ്. അതിൽ ഒന്നാമത്തേത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന ഷഹാദത്തിന്റെ പ്രഖ്യാപനമാണ്. അത് കഴിഞ്ഞാൽ നിർബന്ധ ബാധ്യതയാകുന്ന നമസ്കാരമാണ്. പിന്നീട് തന്റെ സമ്പത്ത് ഒരു വർഷം പൂർത്തിയാകുന്നതായ ആ ഒരു സന്ദർഭത്തിൽ ആ സമ്പത്തിന് സക്കാത്തിന് വേണ്ടിയിട്ട് ഇസ്ലാം നിർണയിച്ചിട്ടുള്ളതായ ആ ഒരു തോത് പ്രാപിക്കുകയാണെങ്കിൽ അശരണരായ ദരിദ്രരായ ഇസ്ലാം നമ്മൾക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളതായ സക്കാത്തിന്റെ അവകാശികളിലേക്ക് നമ്മളുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് നൽകുക എന്നുള്ളതാണ്. മറ്റൊന്നാകട്ടെ വിശുദ്ധമായ മക്കയിൽ ചെന്നുകൊണ്ട് നാം നിർവഹിക്കുന്നതായ ഹജ്ജാണ്. അതുപോലെ തന്നെയാണ് വസൗമി റമളാൻ, പരിശുദ്ധമായ റമളാനിലെ വ്രതാനുഷ്ഠാനം. ഈ 5 കാര്യങ്ങളാണ് ഒരു മുസ്ലിമിന്റെ മേൽ ബാധ്യതയായിട്ടുള്ള ഇസ്ലാം നിലനിർത്തുന്ന കാര്യങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ എന്ന അധ്യായത്തിലെ 173 മുതൽ തുടങ്ങുന്നതായ വചനങ്ങളിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും: യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങളുടെ മേൽ ഇതാ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്നതായ വ്രതാനുഷ്ഠാനത്തെ നാം നിർണയിക്കുകയാണ്. നിങ്ങളുടെ മേൽ നാം അത് നിർബന്ധമാക്കുകയാണ്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ജനസമൂഹങ്ങളുടെ മേലും ഈ വ്രതാനുഷ്ഠാനത്തെ നാം നിർണയിച്ചിട്ടുണ്ട്. എന്തിനാണ്? നിങ്ങൾ ഈ നോമ്പിലൂടെ തഖ്വയാകുന്ന, സൂക്ഷ്മതയാകുന്ന ആ മഹത്വപൂർണമായ അവസ്ഥ നേടിയെടുക്കുവാൻ വേണ്ടി. അതെ, നമ്മളുടെ ജീവിതത്തിൽ കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നമ്മളോട് കൽപ്പിച്ചത് പ്രവർത്തിക്കുവാനും അവൻ വിരോധിച്ചതായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാനുമുള്ള ആ സൂക്ഷ്മതാബോധം, ആ തഖ്വ ആർജിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മളുടെ മേലും നമ്മളുടെ മുൻകഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ മേലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ച ബാധ്യതയാണ് നോമ്പെന്നും അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഇതാ നിർബന്ധമാക്കി തീർക്കുകയാണ് എന്നും അല്ലാഹു തആല പറയുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഫമൻ ഷഹിദ മിൻകുമുശ് ശഹറ ഫലിയസുംഹു. നിങ്ങളിൽ ആരെങ്കിലും റമളാനിൽ സാക്ഷികളാവുകയാണെങ്കിൽ, നോമ്പ് നോൽക്കാൻ പര്യാപ്തമായ നിലയിൽ ശാരീരികമായി പ്രയാസങ്ങളൊന്നുമില്ല, രോഗങ്ങളൊന്നുമില്ല, ആ അവസ്ഥയിൽ നിങ്ങൾ റമളാനിനെ സമീപിക്കുകയാണെങ്കിൽ ആ മാസത്തിൽ നിങ്ങൾ പൂർണ്ണമായി നോമ്പനുഷ്ഠിക്കണം എന്ന് അല്ലാഹു തആല നമ്മളോട് കൽപ്പിക്കുകയാണ്.
മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം ഹിജ്റയുടെ 2ാം വർഷത്തിലാണ് നോമ്പ് നിർബന്ധമാക്കി തീർക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ 9 റമദാനുകളിൽ കൃത്യമായി നോമ്പനുഷ്ഠിച്ചിട്ടുള്ളത് നമ്മൾക്ക് ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ധാരാളം ശ്രേഷ്ഠതകൾ, ധാരാളം നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന മാസമാണ് റമദാൻ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇദാ ജാഅ റമളാനു ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബുൻ നാർ വസുഫിദത്തിശ് ശയാത്തീൻ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇതാ റമളാൻ മാസം നിങ്ങളിലേക്ക് സമാഗതമായി കഴിഞ്ഞാൽ റഹ്മത്തിന്റെ കവാടങ്ങൾ, അല്ലാഹുവിന്റെ ഉന്നതമായ ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. അതെ, സ്വർഗത്തിലേക്കുള്ള വഴി വളരെ എളുപ്പമായി തീരുന്നു. ധാരാളം സൽക്കർമ്മങ്ങളിലൂടെ, സുഹൃതങ്ങളിലൂടെ ആ സ്വർഗമാകുന്ന അനുഗ്രഹത്തിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരുവാൻ കഴിയത്തക്കവണ്ണം ആ സ്വർഗീയമായ കവാടങ്ങൾ, സ്വർഗം നമുക്ക് മുന്നിൽ തുറന്നു വെക്കപ്പെടുകയാണ്. നരകത്തിന്റെ കവാടങ്ങൾ നമ്മളുടെ മുന്നിൽ കൊട്ടിയടക്കപ്പെടുകയാണ്. അതെ, തിന്മകൾ വളരെ ചുരുക്കുവാൻ പര്യാപ്തമായ ആ സമയമായതുകൊണ്ട് നരകത്തിലേക്കുള്ളതായ ആ അവസ്ഥകൾ മനുഷ്യജീവിതത്തിൽ കുറഞ്ഞു വരികയാണ്. അതുമാത്രവുമല്ല, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പിശാചുക്കൾ പോലും ബന്ധനസ്ഥരായി തീരുന്ന ഈ മാസത്തെ കൃത്യമായ നിലയിൽ പ്രയോജനപ്പെടുത്തുവാനും പാരത്രിക ജീവിതത്തിന്റെ നന്മകൾക്ക് വേണ്ടി അത് പ്രയോജനപ്പെടുത്തുവാനും കഴിയേണ്ടതുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. തീർച്ചയായും റമളാനിന്റെ ചൈതന്യം തിരിച്ചറിയുവാനും ഉണർന്ന് പ്രവർത്തിക്കുവാനും ആത്മാർത്ഥതയോടെ സൽക്കർമ്മങ്ങളിൽ മുന്നേറുവാനും നാം പരിശ്രമിക്കുക. നാഥനായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.